ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നൊയമ്പിന്റെ 2-ാം ദിനത്തിലാണല്ലോ നാം ആയിരിക്കുന്നത്. സഹനങ്ങൾ എപ്പോഴും സമർപ്പണങ്ങളാണ്. സമർപ്പിത സഹനത്തിന്റെ പൂർണ്ണഭാവം കാൽവരി ക്രൂശിലൂടെ നമുക്ക് കാണുവാനായി സാധിക്കും. തന്നെ വേദനിപ്പിച്ചവരോട്, മനം കുത്തിപ്പിളർക്കുന്ന വാക്കുകൾ പറഞ്ഞവരോട് ക്ഷമിക്കണമേ എന്നാണ് കർത്താവ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, പലതും സഹിക്കേണ്ടി വരുമ്പോൾ, പല വേദനകളും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്വജന്മത്തെ പഴിക്കുന്നവരും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരുമാണ് നമ്മൾ ഓരോരുത്തരും. ക്രിസ്തുവിന്റെ സഹനത്തിന് പിന്നിൽ വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു: സകല ലോകരെയും രക്ഷയിലേക്ക് നയിക്കുക. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ വേദനകൾക്കും പ്രയാസങ്ങൾക്കും കണ്ണുനീരിനും എല്ലാം പുറകിൽ ഒരു വലിയ ദൈവിക ഉദ്ദേശമുണ്ട്. ആ ഉദ്യമത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ വിനയപ്പെടുകയാണ് നാം ചെയ്യേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കണ്ണുനീരിന്റെ അനുഭവങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങൾ, വേദനകളെല്ലാം നമ്മുടെ ജീവിതത്തെ കരുത്തുറ്റതാക്കി തീർക്കുവാനായിട്ടുള്ള ദൈവിക പദ്ധതികളാണ്. എ സൈലന്റ് സീ നെവർ മേക്സ് എ സ്കിൽഡ് സെയിലർ. ഒരു ശാന്തമായ സമുദ്രം ഒരിക്കലും സമർത്ഥനായ ഒരു കപ്പിത്താനെ മെനയുന്നില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.